ലബ് എഫ്എമ്മിൽ ഞാൻ ആർ ജെ വിനീതാണ്. മുൻ അധ്യാപകനും എഴുത്തുകാരനുമായിട്ടുള്ള കെ ജയരാജൻ മാഷാണ് ഇന്ന് നമ്മോടൊപ്പം ചേർന്നിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ സ്വഭാവവും മനോഭാവവും എന്ന ഒരു പുസ്തകത്തിന്റെ ഒരു ഉള്ളടക്കത്തെക്കുറിച്ചൊക്കെയാണ് നമ്മളിവിടെ സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നമസ്കാരം മാഷെ. അല്പം മുമ്പേ തന്നെ നമ്മളൊരു പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്, കുറച്ച് കുരുടന്മാർ ചേർന്ന് ആനയെ കാണാൻ പോയിട്ടുള്ള ഒരു കഥയാണ് നമ്മൾ പറഞ്ഞത് അല്ലേ. അവർ പലരും കണ്ടത് ആനയുടെ പല പല കാണുകയല്ല, അവർ അനുഭവിച്ചു അറിഞ്ഞു, തൊട്ടും തലോടിയൊക്കെ അറിഞ്ഞത് ആനയുടെ കൈയും കാലും വാലും കൊമ്പും തുമ്പിക്കയും ഒക്കെയാണ്. എന്നാൽ ഇവർ പരസ്പരം പറയുന്നത് ആരും അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊടുക്കുന്നില്ല, അങ്ങനെയല്ല എന്നുള്ളതാണ് എല്ലാവരും പറയുന്നത്. എന്നാൽ അവസാനം അവരുടെ ഒരു ഗുരുനാഥൻ അവർക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയാണ് ചെയ്തത് അല്ലേ. ഗുരുനാഥൻ ആദ്യം പറയുന്നത് തന്നെ ഇത് നിങ്ങളെല്ലാവരും പറയുന്നത് ശരിയാണെന്നാണ്. അതോടുകൂടി മനുഷ്യന് ഒരു വ്യക്തിക്കും അതായത് തങ്ങൾ എന്തിനാണോ തർക്കിക്കുന്നത് എന്ന് തിരിച്ചറിയാതെ വേണം. അതായത് അവർക്ക് സംതൃപ്തി, അവർക്കൊരാൾ മുമ്പിലൊരാൾ ഞാൻ പറയുന്നത് ശരിയാണ് എന്ന് കേൾക്കുമ്പോൾ അതുവരെ തർക്കിച്ചു കൊണ്ടിരുന്ന എല്ലാവർക്കും തെറ്റാണെന്ന് മാത്രം കേട്ടിരുന്ന ഒറ്റ ശരിയെന്ന് ഒരാൾ പറഞ്ഞപ്പോഴേക്കും അത് എല്ലാവർക്കും ആ പറയുന്ന ആൾ എന്താണ് പറയുന്നത് എന്ന് കേൾക്കാനുള്ള ഒരു ഉത്സാഹം ഉണ്ടായി. അതായത് അവർ തമ്മിലുള്ള യഥാർത്ഥത്തിലുള്ള ബന്ധം, ഗുരുനാഥനും അന്ധത ബാധിച്ചിട്ടുള്ള ആളുകളും തമ്മിലുള്ള ശരിയായുള്ള ബന്ധം, അവർക്ക് അറിവിൻ്റെ മേഖലയിൽ അത്രയാണ് അവർക്ക് ധാരണ ഉണ്ടാകുന്നത്. ഇപ്പം നമ്മുടെ നാട്ടിൽ തന്നെ ചില കാര്യങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ചില ആളുകളല്ല, ഭൂരിഭാഗം ആളുകളും ഈ പണത്തിൻ്റെ പിന്നാലെ എത്ര 1,00,000 കോടി കയ്യിൽ കിട്ടിയാലും പിന്നെയും 2,00,000 കോടിയാക്കണം, 3,00,000 കോടിയാക്കണം. ഇങ്ങനെ എന്താണെന്ന് വെച്ചാൽ അവർ അതിനെക്കുറിച്ച് മാത്രമാണ്. അവൻ രാത്രിയും പകലും എല്ലാ സമയത്തും ചിന്തിക്കുന്നത് അതിനെപ്പറ്റി മാത്രമാണ്. അതേസമയം ആ വ്യക്തി എന്താണ്, ആ വ്യക്തിയുടെ ജീവിതം എന്താണ്, ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ രസം എന്ന് പറയുന്നത് പല കാര്യങ്ങളും ഉണ്ട്. പല കാര്യങ്ങളും എല്ലാതും കൂടി ചേരുമ്പോഴാണ് അതിൻ്റെ യഥാർത്ഥത്തിൽ അതിൻ്റെ രസതന്ത്രം എന്താണെന്ന് മനസ്സിലാവുള്ളൂ. ഇതിനെ മുഴുവൻ ഒരൊറ്റ നോട്ടിൻ്റെ ഒരു പണത്തിൻ്റെ ഒരു തലത്തിലാക്കിയിട്ട്, പണം എന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും വിനിമയം ചെയ്യാനുള്ള ഈ സൗകര്യങ്ങളും അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും വിനിമയം ചെയ്യാനുള്ള ഒരു മാർഗം മാത്രമാണ്. അതിനെ മുഴുവൻ പണത്തിൻ്റെ ഉള്ളിലേക്കാക്കിയിട്ട് അതാണ് ജീവിതം എന്ന് വിചാരിച്ചിട്ട് 24 മണിക്കൂറും അതുമ്പിൽ കടന്നിട്ട് തലകുത്തി മറിയുമ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങനെ തലവേദന അനുഭവിച്ച് അങ്ങനെ ജീവിക്കുക. ആ ഒരു അവസ്ഥയിലെത്തുന്നുണ്ട് നമ്മുടെ നാട്ടിൽ. പലപ്പോഴും ഈ സംഘർഷങ്ങൾ മുഴുവൻ ഈ മൂലധനം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഇത്തരം പണത്തിന് വേണ്ടിയിട്ടുള്ള ഈ ആർത്തി പിടിച്ചിട്ടുള്ള ഓട്ടങ്ങളിലാണ് പല സംഘർഷങ്ങളും. തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഇതൊന്നുമല്ല. ജീവിതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു പല കാര്യങ്ങളും ഉണ്ടാവും. നമുക്ക് ഭക്ഷണത്തിൻ്റെ മേഖലയിലുണ്ടാവും, യാത്രയുടെ മേഖലയിലുണ്ടാവും, നമുക്ക് പ്രകൃതിയായിട്ടുള്ള ബന്ധങ്ങളുണ്ടാവും, കലയുമായിട്ടുള്ള ബന്ധങ്ങളുണ്ടാവും. കലയിൽ അഭിരുചി കണ്ടെത്തുന്നവരുണ്ടാവും, സാംസ്കാരിക പ്രവർത്തനങ്ങൾ അഭിരുചി കണ്ടെത്തുന്ന, ചിലർ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ അഭിരുചി കണ്ടെത്തുന്നവരാവും. എന്തായാലും ഏത് മേഖലയിലായാലും അയാൾക്ക് അതായിട്ട് മാറാൻ കഴിയും. ഒരേ സമയം പിന്നെ ഒരു അധ്യാപകനാണെങ്കിൽ ഒരേ സമയം ഒരു വിദ്യാർത്ഥിയായിരിക്കുക. എത്രമാത്രം പ്രയത്നിക്കുമ്പോഴും ആ പ്രയത്നം മുഴുവൻ സമൂഹത്തിൻ്റെ തനിമയോട് അതിനോട് ഒരുമിച്ച് ചേർന്ന് പോകാൻ കഴിയും. ഇത്തരം കാര്യങ്ങളൊക്കെ അതിൽ പ്രധാനമാണ്. അതായത് എല്ലാ കാര്യങ്ങളെയും എപ്പോഴും ഒരു വശം മാത്രം എടുത്തിട്ട് അതുമ്പോ ഇങ്ങനെ മനസ്സ് തളർത്തിയിടാതെ, തകർത്ത് പോകാതെ, ഒരു മാനസിക രോഗിയായിട്ട് മാറാതെ നല്ല ആരോഗ്യകരമായിട്ടുള്ള വളരെ സമഗ്രമായിട്ടുള്ള ഒരു മനസ്സുമായിട്ട് ജീവിക്കാൻ കഴിയുക എന്നുള്ളതാണ് ഇവിടെ ഇതിലേക്ക് ആ കഥയുടെ തന്നെ സാരാംശം. എല്ലാ രസങ്ങളും ഒന്നിച്ച് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു തന്ത്രം അറിഞ്ഞിരിക്കണം. അതാണ് രസതന്ത്രം. അതെ. കേട്ടുകൊണ്ടിരിക്കുന്നത് ലബ് എഫ്എം 104.8 ആണ്. ഞാൻ ആർ ജെ വിനീതാണ്, കെ ജയരാജൻ മാഷോടൊപ്പം. ഇവിടെ മാത്രം ടൺ കണക്കിന് ഫൺ.